ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വളരെ പ്രശസ്തമായിട്ടൊരു ഫുഡ് ബ്രാൻഡുണ്ട്, അവിടെ നടന്നിട്ടുള്ള കഥയാണ്. ബ്രാൻഡ് ആയാലും നിങ്ങൾക്ക് വിഷ്വൽസ് കാണാൻ മനസ്സിലാവും. അപ്പോൾ സംഭവം നടക്കുന്നത് നല്ല നല്ല മഞ്ഞ് വീഴ്ചയുള്ള സമയത്താണ്. ഏകദേശം ജനുവരി മാസത്തിൽ ഒരു രാത്രി നടന്ന സംഭവമാണ്. ഒരു സ്ത്രീ കാറൊക്കെ ഓടിച്ചിങ്ങനെ പോവുകയായിരുന്നു. അപ്പോൾ സ്ത്രീക്ക് ദാഹിക്കണമുണ്ട്, അതേപോലെ വിശക്കുന്നുമുണ്ട്. അപ്പോൾ നല്ല മഞ്ഞ് വീഴ്ചയുള്ള സ്ഥലമായതുകൊണ്ട് ആൾ പെട്ടെന്ന് സ്ഥലങ്ങളൊക്കെ നോക്കി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഷോപ്പ് തുറന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കി പോയിക്കൊണ്ടിരിക്കുക. കാരണം മഞ്ഞ് വീഴ്ച ആകുമ്പോൾ കടകളൊക്കെ പെട്ടെന്ന് അടക്കുന്നൊരു രീതിയുണ്ട് അവിടെ. അങ്ങനെ മണിക്കൂറോളം വണ്ടി ഓടിച്ച് കഴിഞ്ഞപ്പോൾ ദൂരെ ഈ ഒരു ബ്രാൻഡ് ഷോപ്പുകളൊക്കെ ഉണ്ട്. ആളവിടെ പോയിട്ട് വണ്ടി നിർത്തി അങ്ങനെ ഉള്ളിലേക്ക് കയറുന്നു. ഉള്ളിലേക്ക് കയറി ചെന്നപ്പോൾ തന്നെ നമുക്കറിയാം ഈ ഒരു ഷോപ്പ് നമ്മുടെ നാട്ടിലും ഒരുപാടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ഒരു ജോക്കറിൻ്റെ ഒരു രൂപം എല്ലാ ഷോപ്പിലും ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇവിടെയും ആ ഒരു സംഭവം വച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ആ ഷോപ്പിലേക്ക് കയറുമ്പോൾ 2 പേരാണ് ഈ ഒരു സെർവിങ് നിൽക്കുന്നത്. ഒരാൾ ബില്ല് ചെയ്യാനും ഒരാൾ ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ലേഡി ചെല്ലുമ്പോൾ തന്നെ ആരുമില്ല. അപ്പോൾ ലേഡി വിചാരിച്ചു മഞ്ഞ് വീഴ്ചയൊക്കെ ആണല്ലോ, ക്ലൈമറ്റ് മോശമായതുകൊണ്ട് തന്നെ ആരും ഉണ്ടാവില്ല. നമുക്ക് ലേഡി അങ്ങനെ ചെന്നിട്ട് പെട്ടെന്ന് തന്നെ വെള്ളമൊക്കെ എടുത്ത് കുടിക്കുന്നുണ്ട്. വെള്ളം കുടിച്ചതിന് ശേഷം ഓർഡർ ചെയ്യാം എന്ന് വെച്ചിട്ട് അവിടെ പോയി ഓർഡർ ചെയ്യാൻ വേണ്ടി കൗണ്ടറിലേക്ക് ചെന്നപ്പോൾ 2 പേര് മാത്രമേ ഉള്ളൂ. അതിനകത്ത് നിൽക്കുന്ന ആളുടെ കണ്ണൊക്കെ ഇങ്ങനെ ഫുള്ള് ബ്ലാക്കായിട്ട് കുറേ നാൾ ഉറങ്ങാതെ നമ്മൾ കണ്ണൊക്കെ ഇങ്ങനെ ബ്ലാക്കാവും. അതേപോലെ ആയിരിക്കും എന്ന് കുറേ നാൾ മൈൻഡ് ചെയ്തില്ല. പക്ഷേ ചിരിയൊക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ചിരിയാണ് ഈ ലേഡിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതേപോലെ തന്നെ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന ആളായാലും ഒരു പ്രത്യേക തരം മുഖഭാവങ്ങളൊക്കെ ആയിട്ടാണ് അവിടെ നിൽക്കുന്നത്. അങ്ങനെ ഈ ലേഡി ഓർഡർ ചെയ്യുന്നു, ഒരു ബർഗർ ഓർഡർ ചെയ്യുന്നു. ബർഗർ ഓർഡർ ചെയ്തിട്ട് അവിടുത്തെ ക്യാഷിലെ ആൾ ചോദിക്കുന്നു, ഇത് കൊണ്ടുപോകാനാണോ അതോ ഇവിടെ ഡൈനിനാണോ ചോദിക്കുന്നു. നമ്മൾ ഡൈനിനാണ്, ഇരുന്ന് കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആൾ സീറ്റ് കാണിച്ചു കൊടുക്കുന്നു, അവിടെ പോയി ഇരുന്നോളൂ എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. അപ്പോൾ ആ പോകുന്ന പോക്കിലും അതേപോലെ സംസാരത്തിലൊക്കെ വളരെ ഒരു നാച്ചുറൽ അല്ലാത്ത ഒരു രീതിയിലുള്ള സംസാരങ്ങളാണ് വന്നിട്ടിരിക്കുന്നത്. അപ്പോൾ ലേഡിക്കാണെങ്കിൽ ചെറിയൊരു ഭയമുണ്ട്. കാരണം ഇവരൊക്കെ ഒരു ഭയങ്കരമായ ഒരു ലുക്കാണ് ഈ ലേഡി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലേഡി ഇടയ്ക്ക് ഇങ്ങനെ താഴേക്ക് നോക്കും, ഇടയ്ക്ക് സൈഡിലേക്ക് നോക്കുമ്പം അവർ ഈ ലേഡിയെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. നമുക്ക് ചെറിയൊരു ഭയമുണ്ട്. തൊട്ട് ഫ്രണ്ടിലായിട്ട് തന്നെ ഈ ഒരു ബ്രാൻഡിൻ്റെ ഷോപ്പിൽ നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ജോക്കറിൻ്റെ ഒരു സ്റ്റാച്ചു ഉണ്ടാവും. ആ സ്റ്റാച്ചു സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ വച്ചിരിക്കുകയാണ്. ആ സ്റ്റാച്ചു ഈ ലേഡിനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലേഡിക്ക് ഈ 3 പേരും ലേഡിനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ലേഡിക്ക് ഭയങ്കര ഭയമായിട്ട് ലേഡി കയ്യിലുള്ള മൊബൈലൊക്കെ എടുത്തൊന്ന് സെർച്ചൊക്കെ ചെയ്ത് ഇങ്ങനെ നോക്കി കഴിയുമ്പോൾ അവിടെ സിഗ്നൽ കുറവാണ്, സിഗ്നൽ പോകുന്നില്ല. അപ്പോൾ ഇവിടെ വൈഫൈ ഉണ്ട്, വൈഫൈന് പാസ്വേഡ് ഉണ്ട്. അപ്പോൾ ലേഡിക്ക് പാസ്വേഡൊക്കെ ചോദിക്കാൻ ഒരു ഭയം. അവിടെ എങ്ങും പാസ്വേഡിൻ്റെ നമ്പറോ പിന്നെ ഒന്നും എഴുതി വെച്ചിട്ടില്ല. അങ്ങനെ ലേഡി പോയിട്ട് ഞാൻ നെറ്റൊന്ന് യൂസ് ചെയ്യട്ടെ, വൈഫൈ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ എന്താന്ന് പറഞ്ഞിട്ട് പാസ്വേഡൊക്കെ കൊടുക്കുന്നു. പക്ഷേ പാസ്വേഡ് കൊടുക്കുമ്പോഴും അവരൊരു പ്രത്യേക തരം ഒരു നോട്ടം ഒക്കെ വെച്ചിട്ടാണ് ഈ ലേഡിക്കെല്ലാം കൊടുക്കുന്നത്. ലേഡി ചോദിക്കുന്നു, ഇനി എത്ര നേരം എടുക്കും ഭക്ഷണം റെഡി ആവാന്ന് ചോദിക്കുന്നു. അപ്പോൾ ഒരു 2 മിനിറ്റും കൂടി മതി മാഡം ഇരിക്കൂ എന്ന് പറഞ്ഞിട്ട് ലേഡി അവിടെ പോയിട്ടിരിക്കുകയാണ്. ലേഡി ഇരുന്നിട്ട് നോക്കുമ്പോൾ ആ നിൽക്കുന്ന ആ ജോക്കറിൻ്റെ ഹെഡ് ഒന്ന് ചെറുതായിട്ടൊന്ന് തല ഇങ്ങനെ ചരിച്ചിട്ട് ഈ ലേഡിനെ തന്നെ വീണ്ടും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലേഡിക്കൊന്നൊരു ഭയമായി. എങ്ങനെയാണ് ഒരു സ്റ്റാച്ചുവിൻ്റെ തല തിരിയുന്നത്? ഇനി അവിടെ വേറെ ആരെങ്കിലും അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നുണ്ടോ എന്നൊക്കെ ആകെ സംശയമായി. അങ്ങനെ സംശയം കൂടി വന്നപ്പോഴേക്കും ഭക്ഷണം എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു ബർഗർ കറക്റ്റായിട്ട് കൊണ്ടുവച്ചു. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 3 പേരും, ഈ ഫുഡ് ഉണ്ടാക്കുന്ന ആൾ അതേപോലെ ക്യാഷിലെ ആൾ ഈ ഒരു സ്റ്റാച്ചു, ഇവർ 3 പേരും ലേഡിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. ലേഡി ആ ബർഗറിൻ്റെ പ്ലേറ്റ് ബർഗർ മാറ്റി വെച്ചപ്പോൾ അതിനകത്ത് എഴുതിയേക്കുന്നത് ഡോണ്ട് ട്രസ്റ്റ് റൊണാൾഡ് എന്നാണ് എഴുതിയേക്കുന്നത്, RONALD. അപ്പോൾ ഇത് ലേഡി കണ്ടു മനസ്സിലായി ഇതെന്തോ പ്രശ്നമുണ്ട്, ഇതാരും എഴുതിയതാവാം എന്ന്. അപ്പോൾ ഇവർക്കാണ് ചോദിക്കാനൊരു ഭയം, ഈ 2 പേരെടുത്ത് ചോദിക്കാനൊരു ഭയം. അങ്ങനെ എത്രയും പെട്ടെന്ന് ബർഗർ കഴിച്ചിട്ട് അവിടെ നിന്ന് എസ്കേപ്പ് ആവാം എന്നുള്ള പ്ലാനിങ്ങിൽ പെട്ടെന്ന് ബർഗർ കഴിക്കുന്നു. അപ്പോഴത്തേക്കും കിച്ചണിലെ ആ ഒരു ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന ആൾ വന്നിട്ട് ലേഡിയെടുത്ത് പറയുന്നു, നിങ്ങൾ ഭക്ഷണം പെട്ടെന്ന് കഴിച്ചല്ലോ, ഇനിയും വിശക്കുന്നുണ്ടാവും, കിച്ചണിലേക്ക് വരികയാണെങ്കിൽ കുറച്ച് എക്സ്ട്രാ ആയിട്ട് ചിക്കൻ നഗറ്റ്സ് കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്, അതൊക്കെ വേണമെങ്കിൽ ഞാൻ പ്രിപ്പയർ ചെയ്ത് തരാം എന്ന് പറഞ്ഞ് ക്ഷണിക്കുന്നു കിച്ചണിലേക്ക്. ലേഡി വരും, ഇല്ല കുഴപ്പമില്ല, ഞാൻ ഇവിടുന്ന് എസ്കേപ്പ് ആയിക്കോളാം, ഞാൻ അവിടെ നിന്ന് പോയിക്കോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പോകാൻ പറ്റില്ല, നിങ്ങൾ ഗസ്റ്റാണ്, ഇവിടെ ഇരിക്കൂ, അത് മൊത്തം കഴിച്ചിട്ട് പോകും എന്നൊക്കെ പറഞ്ഞ് അവിടെ നിർബന്ധിച്ച് അവിടെ ഇരുത്തുന്നു. പക്ഷേ ആ പ്ലേറ്റിൽ ഡോണ്ട് ട്രസ്റ്റ് റൊണാൾഡ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ലേഡിക്ക് റൊണാൾഡ് ആരാന്ന് അറിയാനുള്ളൊരു ആഗ്രഹം.
അങ്ങനെ ക്യാഷിൽ ചെന്നിട്ട് ഈ പൈസ കൊടുക്കാൻ നേരത്ത്, ബില്ല് പേ ചെയ്യാൻ നേരത്ത് ചോദിക്കുന്നു, റൊണാൾഡോ ആരാ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഈ ഒരു ക്യാഷിലെ ആൾ പറയുന്നു, ആ കണ്ണൊക്കെ ഇങ്ങനെ ബ്ലാക്ക് ആയിട്ടിരിക്കുന്ന ആൾ പറയുന്നു, റൊണാൾഡോ ഞാനാണ്, എന്താണ് ചോദിക്കും. അതൊക്കെ ലേഡി കാര്യം മനസ്സിലായി. ഇല്ല ഒന്നുമില്ല, ബില്ല് പേ ചെയ്യാം, നമ്മൾ പൈസ കൊടുക്കുന്നു. അപ്പോഴത്തേക്കും ഈ ബില്ല് മേടിക്കണം. റൊണാൾഡോ പറയുന്നു, നിങ്ങൾക്ക് ഇന്ന് പോകേണ്ട ആവശ്യമില്ല, നല്ല മഞ്ഞ് വീഴ്ചയാണ്, പുറത്തേക്ക് പോകേണ്ട, നമുക്ക് 1 ഡേ സ്റ്റേ ചെയ്തതിന് ശേഷം നാളെ പോകാം എന്ന് നിർബന്ധിക്കുന്നു. ലേഡി അപ്പോൾ ഡോറ് തുറന്ന് ഓടുകയാണ്. ഓടിച്ചെന്ന് കാറിൽ കയറി വണ്ടി സ്റ്റാർട്ടാക്കുന്നു, അവിടുന്ന് എസ്കേപ്പ് ആവുന്നു. തൊട്ടടുത്ത ദിവസം രാവിലെ ഒരു ന്യൂസ് ഫ്ലാഷ് അവിടെ വരെയാണ്. ആ റെസ്റ്റോറൻറ്റിൽ നിൽക്കുന്ന 2 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. കാരണം ആ റെസ്റ്റോറൻറ്റ് അപ്സ്റ്റെയറിൽ 3 പെണ്ണുങ്ങളുടെ ഡെഡ് ബോഡി അവിടുന്ന് കാണാൻ ഇടയായി. അപ്പോൾ ഈ ലേഡി ആ ന്യൂസ് വായിക്കുന്നു. ലേഡിയുടെ മനസ്സിലേക്ക് ആരായിരിക്കും ആ പ്ലേറ്റിൽ ഡോണ്ട് ട്രസ്റ്റ് റൊണാൾഡ് എന്ന് എഴുതി വെച്ചത്? അത് ഈ 3 പെണ്ണുങ്ങളുടെ ഏതെങ്കിലും പോസ്റ്റാണോ? ഈ ലേഡിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി എഴുതി വെച്ചാണോ എന്നുള്ളതൊക്കെ സംശയം ഈ ലേഡിയുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അതിന്നും ഒരു സംശയമായിട്ട് നിൽക്കുന്നു. ഡോണ്ട് ട്രസ്റ്റ് റൊണാൾഡ് എന്ന് ആ പരിസരത്ത്, ആ റെസ്റ്റോറൻറ്റ് വേറെ ഒരു മനുഷ്യനും അവിടെ ഉണ്ടായിരുന്നില്ല. ഇവർ ഈ ലേഡീനെയും കൂട്ടി മൊത്തത്തിൽ 3 പേരാണ് അവിടെ ഉണ്ടായിരുന്നത്. ആരായിരിക്കും അത് എഴുതി വെച്ചത്? അതൊരു സസ്പെൻസ് ഇന്നും നിൽക്കുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്തായിരിക്കും സംഭവം? ഇത് നിങ്ങൾ ഗൂഗിളിലും അതേപോലെ തന്നെ ഇൻ്റർനെറ്റിൽ എവിടെ നോക്കിയാലും ഈ ഒരു കഥയുണ്ട്. ഇതേപോലെ 1-2 കഥകളുണ്ട് ഈ ഒരു ഫുഡ് ചെയിനിൽ തന്നെ സംഭവിച്ചത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇങ്ങനത്തെ വ്യത്യസ്തമായിട്ടുള്ള സ്റ്റോറീസ്, ഹോണ്ടഡും മിസ്റ്റീരിയസ് ആയിട്ടുള്ള സ്റ്റോറീസ് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.